എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു എഗ് പപ്സാണ്. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കുന്നത് എയർ ഫ്രയറിലാണ്. അപ്പോൾ അതിൻ്റെ മസാല എങ്ങനെയാണ് ആദ്യം തയ്യാറാക്കുന്നത് നോക്കാം. ഇതുപോലെ ഒരു മൺചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ മീഡിയം സൈസ് 2 സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്തെടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് പെരുംജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട പപ്സിൻ്റെ മസാല അധികം ഗ്രേവിയില്ല, കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പപ്സിൻ്റെ പേസ്ട്രി ഷീറ്റാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതപ്പോൾ ആദ്യം 4 എണ്ണം വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 4 മുട്ട ഞാൻ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്നിലും കുറേശ്ശെ മസാല വെച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട പകുതിയാക്കിയിട്ട് അതുകൂടി വെച്ചെടുക്കുന്നുണ്ട്. കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഓരോന്ന് ഇതിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ 2 സൈഡും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ബാക്കി വന്ന 2 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇനി നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എന്നിട്ട് പപ്സിൽ ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോന്നും ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ മതി കേട്ടോ നമ്മുടെ പപ്സ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. എയർ ഫ്രയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ ശരി, നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.